സംസ്ഥാനത്തുടനീളം സ്കൂളുകളിൽ പ്രവേശനോത്സവ പരിപാടികൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി വടകരയിൽ നിന്നും ശരണ്യ ചേരുന്നു. ശരണ്യ ഇപ്പോൾ പണിക്കോട്ടി തൊണ്ടിക്കുളങ്ങര LP സ്കൂളിലാണുള്ളത്. ശരണ്യ, എന്താണ് അവിടുത്തെ പ്രവേശനോത്സവ വിശേഷങ്ങൾ? ദീപ, നമ്മളിപ്പോൾ ഒരു 1ാം ക്ലാസ്സിൽ എത്തിയ ഒരു പ്രതീതിയാണ്. പണ്ട് വർഷങ്ങൾക്ക് മുൻപേ സ്കൂളിലേക്ക് പോയ ആ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ വടകര മേഖലയിലെ സ്കൂളുകളെല്ലാം തന്നെ കുട്ടികളെ സ്വീകരിക്കുന്നതിനായി 2-3 ദിവസങ്ങളായി ഇവർ ഒരുക്കത്തിലായിരുന്നു. ഇപ്പോൾ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി, കുരുന്നുകളെല്ലാം സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാവരും വളരെ ആഹ്ലാദത്തിലാണ്. നമ്മൾ നേരത്തെ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ കരഞ്ഞു പിടിച്ചു പോകുന്ന കുട്ടികളൊക്കെയാണ് കണ്ടതെങ്കിൽ ഇന്ന് എല്ലാവരും സന്തോഷത്തോടെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, എനിക്ക് പിന്നിലായി ഒരുപാട് സമ്മാന പൊതികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് തന്നെ ഇവർക്കൊക്കെ ആകെ ഒരു ആവേശമാണ്. അതായത് സ്കൂളുകളിലേക്ക് കളിക്കാനാണ്, ഒപ്പം തന്നെ ഒരു പഠനം മാത്രം എന്ന രീതിയിലൊക്കെ മാറി അവർ ആഹ്ലാദിക്കാനുള്ള ഒരു ഇടയൊക്കെയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ചില കുട്ടികളോടൊപ്പം പാരന്റ്സ് ഇരിക്കുന്നുണ്ട്, PTA ഇരിക്കുന്നുണ്ട്. പ്രവേശനോത്സവം വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഓരോ സ്കൂളുകളും. അത് വലിയൊരു പരിധിയിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ കുട്ടികൾ ഇരിക്കുന്നുണ്ട്, അവരോട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. മോളെ, ഒരു പാട്ട് പാടുവോ? അവിടെ ചെന്ന് മുത്തു ഹബീബി എന്ത് സലാം പറയുമ്പോ അവര് എന്തിനു റെഡിയാണ്, പാടാനായിക്കോട്ടെ ആടാനായിക്കോട്ടെ എല്ലാത്തിനും റെഡിയാണ്. അപ്പം ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിലും നല്ല സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന അധ്യാപിക അപ്പൊ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ടീച്ചർ, എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ? കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഈ ഒരു 2024-25 അധ്യയന വർഷം കുട്ടികള് വളരെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തുന്ന പുതിയ പാഠപുസ്തകങ്ങളും അതിന്റെ ഒക്കെ പുറമെ കുട്ടികളെ ഏതൊക്കെ രീതിയിൽ ഹാപ്പി ആക്കാന്നുള്ള എൻവയോൺമെന്റ് പ്രോഗ്രാം ഉൾപ്പെടെ നമ്മള് സർക്കാർ തലത്തിലും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കുട്ടികളെ ഇപ്പോൾ എത്തുന്ന മക്കളെ സ്കൂളിലേക്ക് വരുന്ന അവര് സ്കൂൾ തുറക്കാൻ കാത്തു നിൽക്കുന്ന ഒരു പ്രതീതിയിലാണ് നമ്മളെ വീട്ടിലൊക്കെ അവരെ പോയി കണ്ട സമയത്ത് വന്നത്. കാരണം കുട്ടികളും പണ്ടത്തെ ഒരു സാഹചര്യത്തില് നമ്മള് മക്കളെ കൈപിടിച്ച്, എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പകാലത്ത് നമ്മളൊക്കെ കൈപിടിച്ച് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അതൊക്കെ മാറി കുട്ടികള് സ്കൂളിലേക്ക് വളരെ ഹാപ്പി ആയിട്ട് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. അവരെ സ്വീകരിക്കാൻ സ്കൂളിലെ എല്ലാ മുന്നൊരുക്കങ്ങളും ഒരാഴ്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിന്റെ നല്ല ഒരു സന്തോഷകരമായ നിമിഷത്തിന് ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ആണ് അല്ലെ? അപ്പൊ അധ്യാപകരോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കൊപ്പം തന്നെ വലിയ പ്രാധാന്യമുള്ളതാണ് PTA എന്ന് പറയുന്നത്. അപ്പൊ സ്കൂളിൽ എങ്ങനെയാണ് PTA-യുടെ ഇടപെടലുകളൊക്കെ എങ്ങനെയാണ്? PTA എല്ലാ കാര്യത്തിലും PTA ഇടപെട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം നല്ല കുട്ടികളെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എന്തിനാലും ഒരു മാതൃകാപരമായ ഒരു സ്കൂൾ തന്നെയാണ് ഇത്. നല്ലൊരു ടീച്ചറും ഇതിന്റെ ശരീഫ് ടീച്ചർ എന്ന് പറയുന്ന എല്ലാ തലത്തിലും എല്ലാ കഴിവുകളുള്ളൊരു ടീച്ചറാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സഹാധ്യാപകരും എല്ലാവരും നല്ല രീതിയിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളായി എല്ലാ അക്കാദമിക് തലത്തിലും എല്ലാ തലത്തിലും വളരെ മുന്നോട്ട് പോകുന്ന ഒരു സ്കൂളാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പ്രവേശനോത്സവം കുട്ടികൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒപ്പം തന്നെ നാട്ടുകാർക്കും ഒക്കെ തന്നെ ആവേശകരമായിട്ട് തന്നെയുള്ള ഒന്നാണ്. അപ്പോ ഈ കുരുന്നുകൾ ഭാവിയിൽ അവർക്ക് നല്ലൊരു ഭാവി ദൂരദർശന് വേണ്ടി ഞാൻ നേരുകയാണ്. വടകരയിൽ നിന്നും ക്യാമറാമാൻ അനൂപ് കുമാറിനൊപ്പം ശരണ്യ.